ഒരു സംഗതിക്ക് അഭിനയിപ്പിക്കാൻ പാടില്ലായിരുന്നു. നിവർത്തികേട് കൊണ്ടൊക്കെ അഭിനയിപ്പിച്ച പോലെയൊക്കെയാണ് ചില ആൾക്കാരത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല ചില ക്യാരക്ടർ. മോഹൻലാലിൻ്റെ ക്യാരക്ടർ നമ്മൾ ഉൾക്കൊള്ളാൻ വിചാരിച്ചൊരു ക്യാരക്ടറായിരുന്നു, പക്ഷെ ഒരിക്കലും നമുക്ക് എബ്രഹാം ഖുറേഷിനെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ലൂസിഫറിലെ ലാസ്റ്റ് ഭാഗം എബ്രഹാം ഖുറേഷിൻ്റെ ആ ഫോൺ കോൾ നമ്മൾ നല്ല നീറ്റായിട്ട് വേറെ ലെവലിൽ കണ്ട ടീമാണ് നമ്മൾ. ആ ഒരു ലെവല് നമുക്ക് എമ്പുരാനിൽ കിട്ടുന്നില്ല. ആകെ 4 ഡയലോഗ് കൊടുത്തത്. ആ 4 ഡയലോഗ് 5 ഡയലോഗും കൊടുക്കണ്ടേ? വെറും പിള്ളേർ പറയുന്ന പോലത്തെ ലെവലിലുള്ള ഡയലോഗുകളാണ്. കാരണം വെച്ചാൽ അത്രയും മാസ് ഡയലോഗ് പറയേണ്ടടുത്ത് ഒരു നോർമൽ ലെവൽ ഡെലിവറിയാണ് ആ ഒരു ഡയലോഗിന് കൊടുത്തിരിക്കുന്നത്. തീരെ മാച്ചിങ്ങും അല്ല, ഒരു തീരെ മാച്ചിങ് അല്ലാത്ത ലെവൽ. വിഷ്വൽസ് ഒക്കെ ഓക്കെയാണ്. പിന്നെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗ്യാങ് സ്റ്റാർ വരുമ്പോൾ കിടിലം മ്യൂസിക് കൊടുക്കേണ്ടടുത്ത് എന്ത് മ്യൂസിക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്? തീരെ നല്ല പോറ മ്യൂസിക്. അതിൽ പൃഥ്വി വരുന്നിടത്ത് നല്ല മ്യൂസിക് കൊടുത്തത്.